ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. സേമിയ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഫില്ലിംഗ് ആയിട്ട് ചിക്കൻ കൊടുക്കുന്നുണ്ട്. നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു സവാളയുടെ പകുതി, അങ്ങനെ 1.5 സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മസാല മാത്രമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ 2 പീസ് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സവാള ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും ഒക്കെ ഒരുമിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് ജസ്റ്റ് വാടി വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇതേപോലെ വാട്ടിയെടുക്കുക. അത്യാവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അടപ്പ് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ല രീതിയിൽ വഴന്ന് വരണം കേട്ടോ. ഉള്ളി വാടിയില്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി തന്നെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്ത് വെച്ച പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നടുഭാഗത്ത് നിന്ന് നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കപ്പുറം ഇതാക്കി വെക്കാം. ഇത് ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനായിരുന്നു. അത് വെള്ളമൊക്കെ വെട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുക്കറിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ കുറച്ച് സേമിയ എടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ചിക്കൻ വേവിച്ച കുക്കറാണ്. കാരണം നമ്മൾ പോള ഉണ്ടാക്കാനല്ലേ, അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവർ കൂടി നമുക്ക് ഇതിൽ കിട്ടും, സേമിയയിൽ കിട്ടും. അതുകൊണ്ടാണ് കഴുകാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഈ ഒരു ചിക്കൻ വേവിച്ച കുക്കറിൽ തന്നെയാണ് സേമിയ കൂടി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സേമിയ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടുന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മസാല വേണ്ടത്. മസാല പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടികളൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം പെടുത്താം കേട്ടോ. വ്യത്യാസം വരുത്താം. പൊടികളിലൊക്കെ നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം.
കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ നമുക്ക് പൊരിച്ചിട്ടായാലും ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും നമുക്ക് മസാലയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ജാറിലൊന്നും എടുക്കുന്നത്, മിക്സിയുടെ ജാറിലോ അതേപോലെ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബീറ്റായാൽ മതി. ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റായി വന്നപ്പോൾ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് പാലേ ഉള്ളൂ കേട്ടോ. പാലും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററായിട്ട് വരുന്നത് കേട്ടോ. ചിക്കൻ ഫില്ലിങ്ങും ബാറ്ററായിട്ട് ഈ ഒരു സേമിയയുടെ കൂട്ടാണ് വരുന്നത്. ഇനി നമുക്ക് പോള ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൻ്റെ അതിൻ്റെ പകുതി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ എന്തായാലും നമ്മൾ ലോ ഫ്ലെയിമിലിടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ ആദ്യത്തെ ലെയർ, അതായത് അടിഭാഗത്തെ ലെയർ നമ്മൾ ഇതേപോലെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ചേർക്കുകയും ചെയ്യുക കേട്ടോ. മൊത്തം ചേർത്തിട്ട് മേലെ ഫില്ലിങ് മാത്രം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 2 ലെയറായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നടുക്ക് ഫില്ലിങ് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇതേപോലെ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. ആ മേൽഭാഗം ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മുകൾ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് വെച്ചിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫില്ലിങ്ങൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ബാറ്ററും കൂടി ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ റെഡിയാകും. അപ്പോൾ വെക്കുമ്പോൾ ഒരു ഫ്രൈ പാൻ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ വെച്ചാൽ നമ്മുടെ അടിഭാഗം കരിയാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പോള റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തണുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സോസ് പാനിൽ തന്നെ ഇതേപോലെ ഇളകി വരും. അപ്പോൾ നമ്മൾ അടിയിൽ വെച്ച ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, ആ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമ്മൾ ഫ്രൈ പാൻ അടിയിൽ വെച്ചുകൊണ്ട് അടിഭാഗം ഒന്നും കരിയാതെ കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ സോസ് പാൻ അടുപ്പിൽ വെച്ചാൽ കുറച്ചൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ പോള ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഞാൻ മൊരിച്ചെടുത്തിട്ടൊന്നുമില്ല. ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പാലും വെള്ളവും അതേപോലെ ചിക്കൻ പോളയാണ് ഇന്നത്തെ സ്നാക്ക്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ചേർക്കാവുന്നുണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.